23-ാം ലോകകപ്പ് ഫുട്ബോളിന് ഇന്നലെ മെക്സിക്കോയിലെ എസ്റ്റാഡിയോ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ വളരെ ആവേശകരമായി വിസിൽ മുഴങ്ങുകയുണ്ടായി. ഇന്നലെ അതുപോലെ സൗത്ത് ആഫ്രിക്കയും അതുപോലെ തന്നെ മെക്സിക്കോയിലൊക്കെ കളിയിൽ നമ്മൾ പ്രതീക്ഷിച്ച കളി ഈ കളിയല്ല. നമ്മളൊരു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ട കളിയും ഒന്നും ഇതല്ല. പക്ഷെ ഇന്നലെ സൗത്ത് ആഫ്രിക്ക വേണ്ടത്ര രീതിയിൽ കളിച്ചില്ല. നല്ല ഡിഫൻസ് ഒക്കെ വളരെ വീക്കാണ് ഇന്നലെ ആ കളിയിൽ. ഇന്നലെ 7 മിനിറ്റ് നേരം നല്ലൊരു ടൈറ്റ് മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മെക്സിക്കോയുടെ ഭാഗത്തേക്ക് കളി മറിയാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കീപ്പർ ഒരു ബോള് സൗത്ത് ആഫ്രിക്കൻ്റെ ഡിഫൻസിന് കൊടുത്ത് ആ ഡിഫൻസ് ആ ബോൾ കൺട്രോൾ ചെയ്യുന്നിടത്ത് വന്ന പിഴവാണ് ഫസ്റ്റിലത്തെ ഗോള്. അതെ മെക്സിക്കോ നേടാനുള്ള കാരണം. പിന്നെ മെക്സിക്കോ സ്വന്തം നാട്ടിലാണ് കളിക്കുന്നത്, അതിൻ്റെ ഒരു മുൻതൂക്കം മെക്സിക്കോക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ച കളി, മെക്സിക്കോന്റെ കളി നമ്മളെല്ലാവരും കണ്ടതാണ്. നല്ല ഉയർന്ന നിലവാരത്തിലുള്ള കളിയാണ് മെക്സിക്കോ കാഴ്ചവെച്ചിരുന്നത്. ആ നിലവാരത്തിലേക്ക് ഇന്നലത്തെ കളി ഉയർന്നിട്ടില്ല. പക്ഷേ അടുത്ത മത്സരത്തിൽ മെക്സിക്കോ യഥാർത്ഥ മെക്സിക്കൻ തിരമാലകളായിട്ട് കളിക്കളത്തിൽ ആഞ്ഞടിക്കും എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം മെക്സിക്കോയുടെ ടീം എന്ന് പറയുന്നത് നല്ല ഒരു ലൈനപ്പാണ്, മികച്ച താരനിരയാണ് മെക്സിക്കോക്കുള്ളത്. മെക്സിക്കോ 2 ഗോള് സ്കോർ ചെയ്ത്, പക്ഷേ 0 ആണ് ഇന്നലെ. ശരിക്കും ദക്ഷിണാഫ്രിക്ക ഒന്നും കൂടി കളിക്കായിരുന്നെങ്കിൽ ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്യായിരുന്നു. നല്ലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊറിയയും അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കും. കൊറിയ എന്ന് പറയുന്നത് ഏഷ്യൻ ശക്തികളായിട്ടുള്ള കൊറിയ, ആ കൊറിയ യൂറോപ്യൻ ശക്തികളായിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക്കിനെ നമ്മളെല്ലാവരും പറയും ഒരു ഏഷ്യൻ ടീം യൂറോപ്യൻ കൺട്രിയായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ജയം യൂറോപ്യൻ ടീമിനായിരിക്കുമെന്ന്. പക്ഷെ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മികച്ച പോരാട്ടം തന്നെയാണ്, ഒരു പടയോട്ടം തന്നെയാണ് കൊറിയ നടത്തിയത്. അത് ഏഷ്യൻ ഫുട്ബോളിന്റെ അതിൻ്റെ മികവിനെയാണ് എടുത്തു കാണിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനം തന്നെയാണ്, ഒരു ഏഷ്യൻ ടീമിന്റെ മികച്ച വിജയം എന്ന് പറയുന്നതിൽ. സജിത്തെ, ഇന്നലെ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക മെക്സിക്കോ മത്സരത്തിൽ 3 റെഡ് കാർഡിലാണ് കണ്ടത്. 2 റെഡ് കാർഡ് ദക്ഷിണാഫ്രിക്കക്കും 1 റെഡ് കാർഡ് മെക്സിക്കോക്കാണ്. അപ്പോൾ ഈ ഫിഫ കൊണ്ടുവന്ന പുതിയ നിയമങ്ങളുടെ ഭാഗമായിട്ടുള്ള കളികളൊക്കെ ഒന്നുകൂടി ടൈറ്റ് ആവും, ടൈം വേസ്റ്റ് ഇല്ല. നല്ല ഡിസിഷൻ മേക്കിംഗ് ആണ് ഇന്നലെ റഫറി കളിയിലെടുത്തിട്ടുള്ളത്. യെസ്, അതെ. ഇനിയിപ്പോ അടുത്തതായിട്ട് മത്സരത്തിൽ ഈ കാനഡയും ബോസ്നിയയും തമ്മിലാണ് മത്സരിക്കാൻ പോകുന്നത്. അതിൽ കാനഡ എന്ന് പറയുന്നത് ഒരു ആതിഥേയ രാജ്യമാണ്, മികച്ച ടീം തന്നെയാണ് കാനഡേൻ്റെത്. അവരുടെ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ഇന്റർ മിയാമിയുടെ ഡെയിൻ ക്ലിയർ, മികച്ച ഗോൾ കീപ്പറാണ്. ബയൺ മ്യൂണിക്കിന്റെ ക്യാപ്റ്റൻ. അതെ, ബയൺ മ്യൂണിക്കിന്റെ ക്യാപ്റ്റനാണ് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അൽഫോൺസോ ഡേവിഡ് എന്ന് പറയുന്നത്. മികച്ച താരമാണ്. മികച്ച താരമാണ്. അങ്ങനെ എതിരാളികൾ ഏറെ ഭയപ്പെടുന്ന കാനഡയുടെ കളിക്കാരനാണ്. പിന്നെ അവർക്ക് പിന്നെ വേറെ മികച്ച അവരുടെ താരം എന്ന് പറയുന്നത് ജോനാത്തൻ ഡേവിഡ്, അത് യുവൻഡസിന്റെ മികച്ച കളിക്കാരനാണ്. പിന്നെ അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ന് കാനഡയെ നേരിടുന്നത് കളിക്കളത്തിൽ എന്നല്ല, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലാതെ, പക്ഷെ അവർക്ക് നേടാൻ ഒരുപാടുണ്ട്. നമുക്കറിയാം ആ ടീമിനെ, ബോസ്നിയ. നമ്മൾ ഫുട്ബോളിലൂടെ അല്ലാതെ തന്നെ ബോസ്നിയ എന്ന ഒരു രാജ്യത്തെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അതിജീവനത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടാണ് ബോസ്നിയ 23-ാമത്തെ വേൾഡ് കപ്പിന് വേണ്ടി ഇന്ന് കാനഡയുടെ മണ്ണിൽ ബൂട്ട് കെട്ടുന്നത്. അവരുടെ മികച്ച താരമെന്ന് പറയുന്നത് ബെനഫിക്കയുടെ
അമർ ഡെഡിക്ക, അതേപോലെ അറ്റ്ലാന്റയുടെ ഗോൾ കീപ്പർ നിക്കോള, പിന്നെ അതേപോലെ തന്നെ അവരുടെ ഫോർവേഡ് ഉണ്ട് ലൂക്ക മിനാലോ. ഇനി മികച്ച താരമാണ്. അപ്പോൾ ആ നിരയുമായിട്ടാണ് കാനഡയ്ക്ക് എതിരായിട്ട് അവരിന്ന് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ പക്ഷേ സാധ്യതയുള്ള ഒരു മത്സരമാണ്. മുൻതൂക്കം കാനഡ ടീമിന് തന്നെ ആയിരിക്കും. സ്വന്തം അക്ഷരാർത്ഥത്തിൽ കാണികളുടെ 100% പിന്തുണ കാനഡയ്ക്ക് ഉണ്ടാവും. പിന്നെ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം, ഏത് നിമിഷം എന്ത് സംഭവിക്കാം. അതെ. കാരണം ബോസ്നിയ എന്താണ് അവര് മാക്സിമം അവരുടെ പെർഫോമൻസ് ഉപയോഗിച്ചിട്ട് കാനഡക്കെതിരെ അവരുടെ നാട്ടില് അവരുടെ കാണികൾക്ക് മുമ്പിൽ ഒരു വിജയം സ്വന്തമാക്കുക എന്നത് ബോസ്നിയയെ സംബന്ധിച്ച് ഈ ടൂർണമെന്റിലെ ഒരു നിർണായക ഘട്ടമാണ്. അല്ലേ ഫാസിലെ? നാളെ രാവിലെ 6:30 പരാഗ്വെ USA മത്സരം നടക്കുന്നത്. രണ്ടും നല്ല പ്രമുഖ ടീമുകളാണ്. സ്വന്തം കാണികൾക്ക് മുൻപിലാണ് USA പരാഗ്വേനെ നേരിടുന്നത്. അതിനെപ്പറ്റി ഫാസിന്റെ ഒരു അഭിപ്രായം എന്താ? എന്താ വെച്ചാൽ നമ്മളെ ഈ വേൾഡ് കപ്പ് ഇന്നലെ വർണ്ണശബളമായിട്ടാണല്ലോ തുടങ്ങിയത്. അതെ. പക്ഷേ ഈ സംവിധാനത്തിൽ ഇന്നലെ വേൾഡ് കപ്പിന്റെ ഇതില് ക്യാമറ ആയിട്ടുള്ള ഡ്രോണ് തകർന്ന് ഗ്രൗണ്ടിലേക്ക് വീഴുകയും അതുപോലെ തന്നെ പുറത്ത് ആരാധകർ തമ്മിലുള്ള സംഘർഷം ഉണ്ടാവും. അത് നമ്മളെ ഈ വേൾഡ് കപ്പിന് ഒരു ചെറിയൊരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. പക്ഷെ നാളെ നമ്മളെ പരാഗ്വെ അമേരിക്ക മത്സരത്തില് മികച്ചൊരു കളി നൽകി. അമേരിക്ക ഒരു വടക്കേ അമേരിക്ക രാജ്യമാണെങ്കിലും ഒരു യൂറോപ്യൻ ശൈലി കൊണ്ടുവരുന്ന ഒരു ടീമാണ് പരാഗ്വെ. നമുക്ക് അറിയാലോ, ഓട്ടോമാറ്റിക് ലാറ്റിൻ അമേരിക്കൻ കളിയായിട്ട് വരുന്ന ടീമുകൾ, അർജന്റീന പോലെ ബ്രസീലിനെ പോലെ ടീമുകളെ അട്ടിമറിച്ചിട്ടുള്ള ഒരു ടീമാണ്. റോബർട്ടോ ഫെർണാണ്ടസ്, അലക്സാൻഡോ മെയ്ഡാന തുടങ്ങിയ മികച്ച താരങ്ങൾ തന്നെ നമുക്ക് പരാഗ്വെക്കുണ്ട്. അതുപോലെ തന്നെ റോബിൻസണ്, പുലിസിക്, നമ്മുടെ AC മിലാന്റെ മികച്ച താരമായിട്ടുള്ള പുലിസിക് ഒക്കെ നമ്മുടെ അമേരിക്കൻ ടീമിൽ കളിക്കുന്ന താരമാണ്. അയാളെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സ്റ്റാർ പ്ലെയർ എന്നാണ് ഈ അമേരിക്കയ്ക്ക് കളിക്കുന്ന പുലിസിക് ഒക്കെ. പരാഗ്വെ കളികളെ കുറിച്ച് നിങ്ങൾക്ക് ആദ്യം ലാറ്റിൻ അമേരിക്കൻ കളിയെ കുറിച്ചിട്ട് അറിയുന്നതാണ്. പരാഗ്വെ കളിച്ച എല്ലാ മത്സരങ്ങളിലും നമുക്കറിയാം, നമുക്ക് ഏതോ ഒരു സമയത്ത് എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഉണ്ടാവും. ഗോളടിക്കുന്ന ഗോൾ കീപ്പർ ചിലാവർട്ട്. അപ്പോ അങ്ങനെ ഒരു മികച്ച മത്സരങ്ങൾ. പിന്നെ അതുമല്ല, പരാഗ്വേന്റെ എല്ലാ പ്ലേയേഴ്സും പിന്നെ മികച്ച പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്ന താരങ്ങളാണ്. ചിലാവർട്ട് എന്താ അറിയോ, ഇയാള് കളിക്കാർക്ക് പകരം അയാള് ഗ്രൗണ്ടിൽ ഫ്രീ കിക്ക് ലഭിച്ചു കഴിഞ്ഞാല് അയാൾ മുന്നോട്ട് വന്നിട്ട് ആ കിക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കും ചിലാവർട്ട് ചില സമയത്ത് ഗോളടിക്കുന്ന ഗോൾ കീപ്പർ എന്നുള്ള ഒരു നിർണായക ഘട്ടത്തിലൊക്കെ അയാള് പിന്നെ ബോക്സ് വിട്ടുകൊണ്ട് അയാള് ഗോളടിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പരാഗ്വെയുടെ ഇന്നത്തെ താരങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ് ചിലാവർട്ടിനെ പോലത്തെ കളിക്കാരെ സമ്മാനിച്ചത്. പക്ഷേ ഇന്ന് ഏറ്റുമുട്ടുന്നത് എന്താ വെച്ചാല് സൗന്ദര്യം, ഫുട്ബോളിന്റെ സൗന്ദര്യം എന്താ വെച്ചാല് ഒരു ലാറ്റിൻ അമേരിക്കൻ ശക്തിയാണ് പരാഗ്വെ. അതെ. ലാറ്റിൻ അമേരിക്കൻ ശക്തിയെ ഈ യൂറോപ്യൻ ശൈലി കൊണ്ട് കളിക്കുന്ന ടീമാണ് അമേരിക്ക. എങ്ങനെ പിടിച്ചു കെട്ടും എന്നുള്ളത് നമുക്ക് ഈ മത്സരത്തിൽ കണ്ടറിയേണ്ടതുണ്ടാവും. ആരാണ് ഈ മത്സരത്തിൽ വിജയിക്കാന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയാത്തൊരു. എന്റെ ഒരു അഭിപ്രായത്തില് സ്വന്തം കാണികൾക്ക് മുൻപിലാണ് അമേരിക്ക പരാഗ്വെ നേരിടുന്നത്. അമേരിക്കക്ക് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ മത്സരം. അപ്പൊ അമേരിക്കക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ നേരത്തെ നീ പറഞ്ഞ മാതിരി ഒരു യൂറോപ്യൻ ശൈലിയിലാണ് അമേരിക്കന്റെ കളി. മറ്റ് പരാഗ്വെ ലാറ്റിൻ അമേരിക്കൻ ടീമാണ്. പക്ഷെ ഒരുപാട് മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ള അനുഭവ സമ്പത്ത് കൊണ്ട് എതിരാളികളെ പരാജയപ്പെടുത്താനുള്ള എല്ലാ തന്ത്രങ്ങളുമായിട്ടാണ് പരാഗ്വെ ഈ ടൂർണമെന്റിന് എത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഇന്നത്തെ മത്സരത്തിലെ വിജയം പരാഗ്വെക്കായിരിക്കും എന്നാണ്. അത് പൂർണ്ണമായിട്ട് നമുക്ക് പരാഗ്വെക്ക് ആ വിജയം
ഉറപ്പിക്കാൻ പറ്റില്ല. സമ്മാനിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് ആ കാണികളുടെ സ്വന്തം നാട്ടുകാരുടെ അമേരിക്കന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. പെർഫോമൻസ് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള മുൻകാലങ്ങളിലെ വേൾഡ് കപ്പ് ഒക്കെ അമേരിക്ക മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ടീം തന്നെയായിരുന്നു. അവര് ശൈലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ യൂറോപ്യൻ ശൈലിയായിട്ടുള്ള ഒരു ശൈലിയിലേക്കാണ് അവർ കളിക്കുക. മികച്ച ടീമുകളെ അട്ടിമറിക്കാൻ കൂടി കഴിവുള്ള ഒരു ടീമാണ്. അതുപോലെ തന്നെ നമ്മൾ ഷാറുഖ് ഖാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജന്മനാട്ടിലായതുകൊണ്ട് മികച്ച കളി തന്നെ അമേരിക്ക പുറത്തെടുക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് പിന്നെ ആ കളി എന്താ വെച്ചാല് കാണൽ നിർബന്ധ. തീർച്ചയായും എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. നാളെ രാവിലെ 6:30 കാണല്ലോ പുലർച്ചെ മത്സരം നടക്കുന്നത്. അതൊരു എനിക്ക് ആരാധകർ ഒരു മിസ് ചെയ്യാത്ത ഒരു മത്സരം തന്നെ ആയിരിക്കും. കാരണം നല്ലൊരു സമയത്താണ്. അതെ. അപ്പൊ എല്ലാവരും എന്താണ് ഫുട്ബോളിന്റെ ആവേശത്തിലേക്ക്, ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് എല്ലാവരും ഒന്നുകൂടെ കടന്നു വരിക. എല്ലാവർക്കും ലോകകപ്പ് ഫുട്ബോളിന്റെ ഓരോ സുന്ദര നിമിഷങ്ങളിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്.